നമസ്കാരം, എല്ലാവർക്കും അട്രാക്ട് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് മനസ്സിലായില്ലേ? അതെ, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യ സമയത്ത് ഹെൽപ്പ് കിട്ടാൻ, അതായത് ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാജിക്കായുള്ള സ്വിച്ച് ബോർഡാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല സിറ്റുവേഷൻസ് വരാറുണ്ട്. നമുക്ക് പണം വളരെ അത്യാവശ്യമുള്ള സമയത്ത് നമ്മളിലേക്ക് ചിലപ്പോൾ എത്താൻ പണത്തിന് സാധിക്കാറില്ല. അതായത് നമ്മളിപ്പോൾ ഒരുപാട് പേരോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് തരാൻ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടാവാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളിലേക്ക് നമുക്ക് ആ ഹെൽപ്പ് കിട്ടാൻ ഒരുപാട് സമയം എടുക്കുകയോ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോരം നമ്മളത് ഓർത്ത് വിഷമിക്കാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഏറ്റവും ആവശ്യമുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോണ് ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് കുറച്ച് പണം ചോദിച്ചിട്ടുണ്ട്, അയാൾക്ക് അത് പെട്ടെന്ന് നമ്മൾക്ക് തരാൻ സാധിക്കണം, നമ്മുടെ ആവശ്യം നടക്കണം, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഫലം കിട്ടുക തന്നെ ചെയ്യാം. ഒരു സംശയവുമില്ല എന്നുള്ളതാണത് സത്യം. പിന്നെ മാജിക് ബോർഡ്, സ്വിച്ച് ബോർഡൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ, നല്ല ഇൻറ്റൻഷനോടെ, നല്ല ട്രസ്റ്റ്, വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം. പിന്നെ ചെയ്യുന്ന സമയത്ത്, അതായത് സ്വിച്ച് ബോർഡ് എഴുതുകയോ പറയുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ആഗ്രഹം എന്തിനാണോ നമ്മൾ ഈ സ്വിച്ച് ബോർഡ് പറയുന്നത് അതിൽ മാത്രമായിരിക്കണം. പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ഈ സ്വിച്ച് ബോർഡ് പറയുകയാണെങ്കിൽ വെറുതെ എന്തോ പറയുന്നു എന്നല്ലാണ്ട് അത് നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരില്ല. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല വിശ്വാസത്തോടെ ഇതെനിക്ക് വർക്കാവും, അല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് കിട്ടും, ആരെങ്കിലും എന്നെ സഹായിക്കാതിരിക്കില്ല, പണം എൻ്റെ കയ്യിൽ വന്നിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു സപ്പോർട്ട് എവിടെ നിന്നെങ്കിലും വന്നിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് പോലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ്, അതായത് ധനപരമായ അല്ലെങ്കിൽ ധനസംബന്ധമായിട്ടുള്ള ഒരു സഹായം കിട്ടിയിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. പിന്നെ സ്വിച്ച് ബോർഡ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാമല്ലോ. ഒന്നെങ്കിൽ നിങ്ങളത് പറയുക, അല്ലെങ്കിൽ നിങ്ങളത് എഴുതുക. എഴുതുമ്പോൾ 2 നേരം എഴുതാൻ നോക്കുക. ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് എഴുതുക. പിന്നെ മിനിമം 45 ടൈംസ് എങ്കിലും ഒരു നേരം എഴുതാൻ ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ വിശ്വാസത്തോടെ ചെയ്യുക തന്നെ ആണ് ഇതിനുള്ള ഏറ്റവും വലിയ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സ്വിച്ച് ബോർഡ്സ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ വിശ്വസിക്കുക. ഈ സ്വിച്ച് ബോർഡ് ചൊല്ലുമ്പോൾ എൻ്റെ കാര്യം നടക്കുമെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുക, യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. അപ്പോൾ ഇത് വർക്ക് ചെയ്തിരിക്കും, നോ ഡൗട്ട്. ഓക്കെ, ഇനി ആ സ്വിച്ച് ബോർഡ് ഞാൻ പറഞ്ഞു തരട്ടെ. ഡിവൈൻ റീച്ച്, ഗീവ്, കൗണ്ട്, പെർഫെക്റ്റ്, ഗോ. ഡിവൈൻ റീച്ച്, ഗീവ്, കൗണ്ട്, പെർഫെക്റ്റ്, ഗോ. ഇത് മലയാളത്തിൽ എഴുതി കാണിച്ചത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വായിക്കുമ്പം തെറ്റ് വരണ്ടെന്ന് വെച്ചിട്ടാണ്. പക്ഷേ എഴുതുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം മലയാളത്തിൽ അത് നമ്മൾ പറയുമ്പോൾ മലയാളം പോലെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷിലല്ലാണ്ട് സ്വിച്ച് ബോർഡ്സ് എഴുതരുത് കേട്ടോ. അത് നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ താഴെ മലയാളത്തിൽ എഴുതി കാണിച്ചത്. ഓക്കെ, ഇത് എല്ലാ ദിവസവും ചൊല്ലാം. എഴുതുന്നില്ല എങ്കിൽ 108 ടൈം നിർബന്ധമായും എല്ലാ ദിവസവും 108 തവണ ചൊല്ലിയിരിക്കണം. എഴുതുവാണെങ്കിൽ ഒറ്റ പ്രാവശ്യം എഴുതുമ്പോൾ 45 പ്രാവശ്യം എഴുതിയിരിക്കണം. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് വന്നിരിക്കും, ഒരു സംശയവും വേണ്ട. ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെങ്കിലും നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ട് ഈ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഈ സ്വിച്ച് ബോർഡ് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി വീഡിയോ വലുതായി പോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുക, മനസ്സിരുത്തി സ്വിച്ച് ബോർഡ് ചൊല്ലുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനകളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഹാപ്പി ലൈഫിനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.